ഗൈസ്, ഈ ബസ് വന്ന് നിൽക്കുന്നത് പാച്ചല്ലൂരാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ല ജംഗ്ഷൻ ടു പാച്ചല്ലൂർ പോകുന്ന റോഡിലാണ് ഒരു വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ ഫ്രീ ആഡിൻ്റെ ഒരു ആഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിനകത്ത് ബ്രോക്കർ ഫീസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ വിളിക്കുന്നത് ഡയറക്റ്റ് ഓണറിനെ തന്നെയാണ്. നമ്പർ കൊടുത്തിരിക്കുന്നതാ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഓണറിൻ്റെ നമ്പർ കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്നതെന്ന് പറയുന്നത് മൈ സ്റ്റോറിൻ്റെ MY സ്റ്റോറിൻ്റെ തൊട്ടടുത്തുള്ള റോഡുണ്ട് കേട്ടോ. ആ റോഡിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഒരു വീട് വരുന്നത്. ഇതൊരു ഓട്ടോ പോകുന്ന വഴിയാണ്. ആ ഒരു റോഡിൻ്റെ അകത്തേക്ക് ഏകദേശം 200 മീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇവിടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത്. ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ സെൻറ്റിന് 15 ലക്ഷം 16 ലക്ഷം ഒക്കെ ചോദിക്കുന്ന ഒരു റോഡ് ഫ്രണ്ടേജ് ആണ്. ഇതൊരു കൊമേഴ്ഷ്യൽ ഏരിയ കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റോഡിനകത്ത് ഒരുപാട് വീടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വാടകയ്ക്ക് ആണ് വീടുകൾ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കുറേ വർക്കർമാരൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വേറെ ജില്ലയിൽ നിന്നും വേറെ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന അവർക്കൊക്കെ നമുക്ക് വാടകയ്ക്ക് ഇവിടെ വീട് കൊടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ്. 24 മണിക്കൂറും KSRTC ബസ്, ഇലക്ട്രിക് ബസ് ആണെങ്കിലും സാധാരണ ഡീസൽ ബസ് ആണെങ്കിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ വീട് എങ്ങനെയാണ്, ആ വീട്ടിൽ താമസക്കാരൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ വീടിൻ്റെ റേറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെന്നിട്ട് പറയാവുന്നതാണ്. നമ്മളങ്ങനെ ആ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇത് ആ വീടിൻ്റെ ഗേറ്റാണ് കേട്ടോ. മതിലിങ്ങനെ ചുറ്റും കിടപ്പുണ്ട്. 6.5 സെൻറ്റിന് മേലുണ്ട് ഇവിടുത്തെ വസ്തു വരുന്നത്. ഇതൊരു 1000 സ്ക്വയർ ഫീറ്റിന് അടുപ്പിച്ച് ഏകദേശം ഒരു 800 മുതൽ 900 സ്ക്വയർ ഫീറ്റിന് അടുപ്പിച്ചുള്ളൊരു വീടാണ്. ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഒരു യൂസ്ഡ് വീടാണ്. കിണർ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു മുറ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. തൊട്ടടുത്ത് കാണാം വീടുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലം, നല്ല റെസിഡൻഷ്യൽ പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാടകയ്ക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഈ വീട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചെറിയൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. മെയിൻ റോഡ് ഞാൻ പറഞ്ഞു 15 ലക്ഷമൊക്കെ ആസ്ക് ചെയ്യുന്ന സെൻറ്റിന് റേറ്റ് വരുന്നതാണ്. അവിടെ നിന്ന് വെറും 200 മീറ്റർ മാറിയിട്ട് ഈ വീടിന് അവർ ചോദിക്കുന്നത് വെറും 35 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് ഈ വീടിൻ്റെ വർക്കുകൾ, ഫ്ലോറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബെഡ്റൂം കൂടുതലായിട്ട് കാണിക്കുന്നില്ല, അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിൽ നമുക്കൊരു ടെറസല്ല മുകളിൽ നമുക്കൊരു നിലയും കൂടെ കെട്ടാനായിട്ടുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഒരു കോമൺ ബാത്റൂമാണ് ഈ ഒരു സൈഡിലുള്ളത്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ ഇപ്പോൾ ലിവിങ് ആൻഡ് ഡൈനിങ് ഒക്കെ നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണാം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിയിലേക്കുള്ള ഓപ്പണിംഗ് ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ പാച്ചല്ലൂർ പോലെയുള്ളൊരു സ്ഥലത്ത്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ആസ്കിങ് റേറ്റ് ആയിട്ട് ഇങ്ങനൊരു വീട് 35 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. നമുക്ക് വാടകയൊക്കെ നല്ല രീതിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി തിരുവല്ലത്തിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇത്. അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നിങ്ങൾ വിളിക്കുന്ന ഡയറക്റ്റ് ഓണറിനെ തന്നെ ആയിരിക്കും. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യണം. ഞങ്ങളുടെ പേജിൻ്റെ പേര് പ്ലാനറ്റ്സ് അല്ല. ഞങ്ങളുടെ നമ്പർ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ ബൈ ബൈ.